ഹലോ. പഞ്ചപാണ്ഡവരിൽ ഒരാളായിട്ടുള്ള അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണന് സമർപ്പിച്ച ഒരു ക്ഷേത്രം. അന്നദാന പ്രഭുവായിട്ടുള്ള ഭഗവാന് വേണ്ടി 63 വിഭവങ്ങളോട് കൂടിയ സദ്യ ഭക്തർ വഴിപാടായിട്ട് കൊടുക്കുന്നൊരു ക്ഷേത്രം. അതാണ് ആറന്മുളയിലുള്ള പാർത്ഥസാരഥി ക്ഷേത്രം. നമ്മൾ ഇന്ന് പോകുന്നത് ആ ഒരു ക്ഷേത്രത്തിലോട്ടാണ്. അവിടെ പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു 63 വിഭവങ്ങളോട് കൂടിയ സദ്യ നമ്മളിന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ആ ഒരു ക്ഷേത്രത്തിലോട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് ആ ഒരു ആറന്മുള വെള്ളസദ്യ കഴിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കിന്ന് അവിടെ പോയിട്ട് എന്തൊക്കെയാണ് ആ ഒരു സദ്യയുടെ പ്രത്യേകതകൾ, എന്താണ് അതിൻ്റെ ചരിത്രം, എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നത്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും, നിങ്ങൾക്ക് എങ്ങനെ ആ ക്ഷേത്രത്തിൽ പോകാൻ പറ്റും, ഈ ഒരു ആറന്മുള സദ്യ നിങ്ങൾക്ക് എങ്ങനെ കഴിക്കാൻ പറ്റും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ വൃത്തിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇപ്പം നിൽക്കുന്നത് ഇവിടെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. നമുക്ക് ആറന്മുളയിലോട്ട് പോകാൻ ഏറ്റവും അടുത്ത 2 റെയിൽവേ സ്റ്റേഷനുകളാണ്, ഒന്ന് ചെങ്ങന്നൂരും ഒന്ന് തിരുവല്ലയും. ഈ 2 സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ പത്തനംതിട്ട ബസ്സിൽ കയറിയിട്ട് ആറന്മുള ക്ഷേത്രത്തിൻ്റെ മുന്നിൽ പോയിട്ട് ഇറങ്ങണം. ഞാനിവിടെ ഇറങ്ങിയത് ഇവിടുന്ന് കുറച്ചുകൂടിയും നമുക്ക് ബസ്സൊക്കെ കിട്ടാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്കിനി നേരെ പുറത്തോട്ട് പോകണം. എന്നിട്ട് ആദ്യം ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് പത്തനംതിട്ട ബസ്സിൽ കയറിയിട്ട് വേണം നമുക്ക് ആറന്മുളയിലോട്ട് പോകാൻ. അപ്പോൾ നമുക്ക് ആദ്യം പുറത്ത് പോയി നേരെ ഭക്ഷണം കഴിക്കാം. ചായ കുടിച്ചിട്ടില്ല. ഇപ്പോൾ സമയത 9:30 അപ്പോൾ നമുക്ക് നേരെ പുറത്തോട്ട് പോയിട്ട് ആദ്യം ചായ കുടിക്കാം. ഈ ഒരു ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ കാണുമ്പോൾ ചെറിയൊരു സ്റ്റേഷനാണെങ്കിലും വന്ദേ ഭാരത് അടക്കമുള്ള എല്ലാ പ്രീമിയം ട്രെയിനുകൾക്കും സ്റ്റോപ്പുള്ള ഒരു സ്റ്റേഷൻ കൂടിയാണിത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശബരിമലയിലോട്ട് പോകാനുള്ളവർ ഇറങ്ങുന്നൊരു സ്റ്റേഷനാണിത്. ശബരിമലയിലോട്ടുള്ള ഒരു ഇടത്താവളമായിട്ട് അല്ലെങ്കിൽ ഒരു ബേസ് ക്യാമ്പ് പോലെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേഷനാണ് ഈ ഒരു ചെങ്ങന്നൂർ എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ട്രെയിനിന് അന്യസംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഭക്തന്മാർ ട്രെയിൻ ഇറങ്ങിയിട്ട് ശബരിമലയിലോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എല്ലാ ട്രെയിനുകളും നിർത്തുന്നത്. നമുക്കിവിടുന്ന് ഇനി ആ ഭാഗത്തോട്ട്, അതായത് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൻ്റെ അതിലൂടെ തന്നെ പുറത്തോട്ട് പോകാനുള്ളത്. ഇതിൻ്റെ തൊട്ട് മുന്നേ തന്നെ ബസ് സ്റ്റാൻഡാണ്. നമുക്ക് അവിടുന്ന് പത്തനംതിട്ട ബസ് ഇഷ്ടംപോലെ കിട്ടും. നമുക്ക് എവിടുന്ന് ഭക്ഷണം കഴിക്കാം. ഇവിടെ ഒരു ഹോട്ടലുണ്ട്, ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. അപ്പോൾ ഞാനൊരു മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ ഒരു വട കൂടി അവർ വെച്ചിട്ടുണ്ട്. ചട്നിയും സാമ്പാറുമാണ് കൂടെ കഴിക്കാനുള്ളത്. അങ്ങനെ നേരെ സ്റ്റാൻഡിലോട്ട് വന്നു. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ മുന്നിലായിട്ട് ആ സ്റ്റാൻഡ് വരുന്നത്. അങ്ങനെ ബസ്സിൽ കയറി. ടിക്കറ്റ് ഒരാൾക്ക് 20 രൂപയാണ് ഇവിടുന്ന് ആറന്മുള വരെ വരുന്നത്. നമുക്കിനി ഇവിടുന്ന് ചെങ്ങന്നൂരിൽ നിന്ന് ഒരു അരമണിക്കൂർ ദൂരം യാത്ര ചെയ്യാനുണ്ട് ആറന്മുളയിലോട്ട്. പിന്നെ ആറന്മുള ക്ഷേത്രത്തിലാണ് കേട്ടോ നമ്മുടെ ശബരിമലയിലോട്ട് കൊണ്ടുപോകുന്ന തങ്കയങ്കിയൊക്കെ സൂക്ഷിക്കുന്നത്. അവിടെ നിന്നാണ് തങ്കയങ്കിയുടെ ഘോഷയാത്രയൊക്കെ ശബരിമലയിലോട്ട് പോകുന്നതൊക്കെ. അങ്ങനെ ഒരു പ്രത്യേകത കൂടെ നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു ആറന്മുള ക്ഷേത്രത്തിനുണ്ട്. അങ്ങനെ നമ്മളിവിടെ ആറന്മുള എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വഴി വേണം അമ്പലത്തിൻ്റെ ആ ഭാഗത്തോട്ട് പോകാൻ. നമ്മളിവിടുന്ന് പോകുന്ന വഴിയിൽ അകത്തോട്ട് കൊണ്ടുപോകാനുള്ള വഴിപാടിൻ്റെ സാധനങ്ങളൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം എന്ന് പറയുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ഒരു ആറന്മുള ക്ഷേത്രം എന്ന് പറയുന്നത്. പമ്പാ നദിയുടെ തീരത്ത് മഹാവിഷ്ണുവിൻ്റെ 9ാമത്തെ അവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണൻ അർജുനന് തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വരുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇവിടെ ചതുർബാഹു പ്രതിഷ്ഠയാണ്. നമ്മുടെ ഗുരുവായൂരൊക്കെ ഉള്ളതുപോലെ തന്നെ 6 അടിയിലധികം ഉയരമുള്ളതാണ് ഇവിടുത്തെ വിഗ്രഹം. കേരളത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശ്രീകൃഷ്ണ വിഗ്രഹം ഇരിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ഒരു ആറന്മുള ക്ഷേത്രം. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ഒരു ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രം നിൽക്കുന്നത് ആറന്മുള പഞ്ചായത്തിലും ക്ഷേത്രത്തിന്റെ മുൻഭാഗം നിൽക്കുന്നത് മല്ലശ്ശേരി പഞ്ചായത്തിലുമായിട്ടാണ്. ഈ ഒരു ക്ഷേത്രത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ വെച്ച് ഗീതോപദേശം നടത്തുന്നതിൻ്റെ ഇടയിൽ അർജുനന് തന്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്ത നിലയിലാണ് ഇവിടുത്തെ വിഗ്രഹം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചത് അർജുനൻ തന്നെയാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മറ്റൊരു ഐതിഹ്യത്തിൽ പറയുന്നത് കർണനെ വധിച്ചതിന്റെ പാപഭാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് അർജുനൻ ഇങ്ങനൊരു ക്ഷേത്രം നിർമ്മിച്ചതെന്നും പറയുന്നുണ്ട്. എന്നാൽ ആറന്മുള ആശാൻ എന്നറിയപ്പെടുന്ന ചെറുകോൽ നെടുമ്പയിൽ കൊച്ചുകൃഷ്ണ ആശാൻ രചിച്ച ആറന്മുള വിലാസം ഹംസപ്പാട്ടില് ബ്രഹ്മചാരി രൂപമെടുത്തിട്ട് ഇവിടുത്തെ പമ്പാ നദിക്കരയിൽ വന്ന ഭഗവാനെ ചാക്കമാറ് മുളകൾ കെട്ടിയ ചങ്ങാടത്തിൽ കയറ്റിയിട്ട് ഇവിടെയുള്ള വിളക്കുമാടത്തിൽ എത്തിച്ചു എന്നും, അങ്ങനെ വിളക്കുമാടത്തിനടുത്ത് കീഴ്തൃക്കാവിൽ എന്ന് പറയുന്ന ഇതിന്റെ തെക്ക് ഭാഗത്തായിട്ട് മണ്ണിട്ടുയർത്തിയ സ്ഥലത്ത്
ഇങ്ങനെയൊരു ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിലേക്ക് മണ്ണെടുത്തു എന്ന് കരുതിയിരുന്ന ഒരു കുഴിയാണ് അത് അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു പോലും. പിന്നീട് മണ്ണ് കളഞ്ഞ സ്ഥലം കൊട്ടതട്ടിമാലി എന്നൊക്കെ അറിയപ്പെട്ട പേരുകളും ഈ ഒരു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവിടെ ഇരിക്കുന്നവരൊക്കെ വള്ളങ്ങളെ കാത്തു നിൽക്കുകയാണ്. നമുക്ക് മുന്നിലായിട്ട് കാണുന്നത് പമ്പാ നദിയാണിത്. അതാ നിങ്ങൾക്ക് ദൂരെ കാണാം. അവിടെ നിന്നാണ് വെള്ളങ്ങൾ ഇങ്ങോട്ട് വരിക. എന്നിട്ട് ഇവിടെയുള്ള ആളുകൾ അത് സ്വീകരിക്കും. എന്നിട്ട് അവരെ അകത്തോട്ട് ആനയിക്കും. അതിൻ്റെയും പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൻ്റെ മുന്നേ ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ പമ്പാ നദിയാണെന്ന്, ഇവിടെയാണ് ആറന്മുള വള്ളംകളിയൊക്കെ നടക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഈ വള്ളസദ്യ എന്ന് പറയുന്നത്. ഏകദേശം 1 ലക്ഷത്തിന് മുകളിലൊക്കെ ചെലവ് വരുന്ന ഒരു വഴിപാടാണത്. ഇതേപോലെയുള്ള വള്ളങ്ങൾ ഇവിടെ മൊത്തം 52 അതിലധികമോ വള്ളങ്ങളുണ്ട്. അപ്പം മൊത്തം നടക്കുന്ന വള്ളസദ്യകൾ, അതായത് 300-300-ലധികമോ വള്ളസദ്യകളാണ് ഉണ്ടാവുക. അപ്പോൾ ആ വള്ളസദ്യകളൊക്കെ ഈ വള്ളങ്ങൾക്ക് വീതിച്ചു കൊടുക്കും. എന്നിട്ട് ഓരോരുത്തരും ഓരോ ദിവസങ്ങളിലും ഇതേപോലെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരിക ചെയ്യുക. ഇന്നിപ്പം 3 വള്ളങ്ങളാണ് ഇങ്ങോട്ട് വരാനുള്ളത്. ചില ദിവസങ്ങളിൽ 8-9 ഒക്കെ ഉണ്ടാവും എന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇന്നിപ്പം 3 വള്ളങ്ങളാണ് ഇങ്ങോട്ടേക്ക് വരാനുള്ളത്. അവിടുന്ന് ഓരോ വള്ളങ്ങളായിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഈ ഒരു വള്ളസദ്യയുടെ ഐതിഹ്യം അല്ലെങ്കിൽ ചരിത്രം കൂടെ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഇവിടെ ആറന്മുളയിൽ നിന്ന് 6 കിലോമീറ്റർ മാറിയിട്ടുള്ള കാട്ടൂര് എന്ന് പറയുന്ന സ്ഥലത്തെ മാങ്ങാട്ടില്ലെന്ന് പറയുന്ന ഒരു ഇല്ലത്തിലെ ഒരു നമ്പൂതിരി ബ്രാഹ്മണൻ താമസിച്ചിട്ടുണ്ടായിരുന്നു. കടുത്ത കൃഷ്ണഭക്തനായിരുന്ന അദ്ദേഹം എല്ലാ തിരുവോണത്തിനും ആചാരപ്രകാരം ഒരു ബ്രാഹ്മണന്റെ കാലുകൾ കഴുകിയ ശേഷം ഭക്ഷണം നൽകുമായിരുന്നു അത്രേ. എന്നാൽ ഒരു തിരുവോണ നാളിൽ അദ്ദേഹത്തിന് ഈ ഒരു ചടങ്ങ് നടത്താൻ ആരെയും കിട്ടാതെ വരികയും എന്നാൽ പെട്ടെന്ന് എവിടുന്നോ ഒരാൾ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് ഈ ഒരു ചടങ്ങ് നടത്താനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം ആ സമയത്ത് ഈ പ്രത്യക്ഷപ്പെട്ട ആളോട് അടുത്ത വർഷവും തിരുവോണത്തിന് വരാൻ ആവശ്യപ്പെട്ടപ്പോൾ താനിവിടെ ആറന്മുളയിൽ തന്നെയാണ് താമസിക്കുന്നത് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. പിന്നീട് തൻ്റെ സ്വപ്നത്തിൽ വന്നത് ഭഗവാനായിരുന്നു എന്ന് മനസ്സിലാക്കിയ ആ ഒരു നമ്പൂതിരി അടുത്ത വർഷം തിരുവോണ ദിവസം 51 പറ അരിയും ഉത്സവത്തിനുള്ള മറ്റെല്ലാ സാധനങ്ങളുമായിട്ട് ആറന്മുളയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ തിരുവോണ ദിവസം അതിരാവിലെ ആറന്മുളയിലെത്തി അദ്ദേഹം അവിടുത്തെ ഉത്സവത്തിന്റെ മുഴുവൻ ചെലവുകളും വഹിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇപ്പം നിലവിൽ ആറന്മുളയിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്ന ആ ഒരു വള്ളത്തിനെ തിരുവോണ ചിലവ് തോണി എന്ന് വിളിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ആറന്മുള വള്ളസദ്യയുടെ ഐതിഹ്യം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. എന്ത് തന്നെയായാലും ഇന്ന് ലോകപ്രസിദ്ധമായ, അതായത് 63 വിഭവങ്ങളോട് കൂടിയൊരു സദ്യ ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. നമ്മൾ ആരും മറ്റൊരു സ്ഥലത്തുനിന്ന് അങ്ങനെ കഴിച്ചിട്ടുണ്ടാവാനും സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിഭവങ്ങളോട് കൂടിയൊരു സദ്യയായിട്ട് നിലനിൽക്കുന്ന ആറന്മുളയുടെ ആ ഒരു വള്ളസദ്യ കഴിക്കാനാണ് ഞാനിവിടെ വന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ചരിത്രം, വർത്തമാനം എന്നൊക്കെ പറയുന്നത്. ഇനി ഇവിടുത്തെ കുറച്ച് ചടങ്ങുകളുണ്ട്, അതിനെപ്പറ്റി കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഭക്തർ സമർപ്പിക്കുന്ന ഈ ഒരു വള്ളസദ്യ ഈ വരുന്ന ഇതുപോലെയുള്ള പള്ളി ഓർഡറിൽ നിന്ന് അനുവാദം വാങ്ങി സദ്യയുടെ ഒരുക്കങ്ങളൊക്കെ ആരംഭിക്കും. വഴിപാട് നടത്തുന്ന ഭക്തർ അന്നേ ദിവസം തന്നെ രാവിലെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തി നമ്മൾ നേരത്തെ കണ്ട പോലെ അവിടുത്തെ കൊടിമര ചുവട്ടിൽ പറകൾ സമർപ്പിക്കും. അങ്ങനെയാണ് ചടങ്ങുകൾ തുടങ്ങുന്നത്. 2 പറകളാണ് അവിടെ നിറയ്ക്കുക. ഒരു പറ ഭഗവാനും മറ്റൊന്ന് ഈ വരുന്ന പള്ളിയോടത്തിനുമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ ശ്രീകോവിൽ നിന്ന് മേൽശാന്തി പൂജിച്ചു നൽകുന്ന മാല, വെറ്റില, പുകയില അതാത് പള്ളിയോട കടവിലെത്തി പള്ളിയോടത്തെ യാത്രയാക്കും. അങ്ങനെ യാത്രയാക്കിയിട്ട് കരനാഥന്മാർക്ക് വെറ്റില, പുകയില എന്നിവയൊക്കെ കൊടുത്ത് വഴിപാട് നടത്തുന്നയാള് കരമാർഗവും പള്ളിയോടം ഈ പുഴമാർഗവും ഇങ്ങോട്ടേക്ക് വരും. അങ്ങനെ വരുന്ന ആ പള്ളിയോടങ്ങളെ ഇവിടുത്തെ ഗോപുര നടയിൽ വെച്ചിട്ട് വഴിപാട് നടത്തുന്ന ഭക്തര് സ്വീകരിക്കും. പള്ളിയോടങ്ങൾ വരുമ്പോൾ നിങ്ങൾ പാട്ടുകൾ കേൾക്കുന്നില്ലേ? ഇവർ ഉപയോഗിക്കുന്നത് രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം, ഭീഷ്മപർവം, രാമായണം, ഭഗവദ്ദൂത്, നളചരിതം, സന്താനഗോപാലം ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെയാണ് പള്ളിയോടങ്ങളിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ വടക്കേ ഗോപുര നടയെന്ന് സ്വീകരിച്ച ശേഷം ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് കൊടിമര ചുവട്ടിലേക്ക് ആനയിച്ചു കൊണ്ടുപോകും. അപ്പോഴും ഈ പറഞ്ഞ വള്ളപ്പാട്ടുകളൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെ കൊടിമര ചുവട്ടിൽ നമ്മൾ നേരത്തെ കണ്ട പറയിട്ടിരിക്കുന്ന സ്ഥലത്തെത്തിയിട്ട് വള്ളത്തിൽ കൊണ്ടുവന്ന മുത്തുക്കുട പാട്ടിൻ്റെ താളത്തിനനുസരിച്ച് ഇങ്ങനെ വായുവിൽ ഇങ്ങനെ ആടി ആടി കൊണ്ടുപോവുകയാണ് ചെയ്യുക. എന്നിട്ട് അതവിടെ മുത്തുക്കുട മടക്കി കൊടിമര ചുവട്ടിൽ ആ പറയുടെ അടുത്ത് വെക്കും. പിന്നെ കൊണ്ടുവന്ന നമ്മുടെ നയമ്പില്ലേ, തുഴ, അതൊക്കെ അവിടെ വെച്ച ശേഷം വള്ളപ്പാട്ടൊക്കെ പാടിക്കൊണ്ട് നമ്മൾ വള്ളസദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഊട്ടുപുരയിലേക്ക് പോകും. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ വഴിപാട് നടത്തുന്നയാളുടെ കുടുംബക്കാർ ആ സമയത്ത് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കില്ല. അവരൊഴിച്ച് ബാക്കി എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കും.
നിങ്ങളെ നടക്കരുതല്ലേ? എത്ര പേര് കയറി ഒരെണ്ണത്തെ പരമാവധി 35 പേര് കയറും. നമ്മുടെ സുരേന്ദ്ര മാഷിന് സൗണ്ട് കേട്ടില്ലേ? ഒന്ന് കിടക്കുന്ന സൗണ്ട് എല്ലാത്തിനും ഭയങ്കര കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല. കമ്മറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. പുള്ളി എന്തോ ആണെന്ന് ധരിപ്പിക്കാനായിട്ട്. വള്ളസദ്യ ഏതാനും ദിവസങ്ങൾക്കകം തീരുകയാണ്. ജൂലൈ 13 തുടങ്ങി ഒക്ടോബർ 2 തീരുന്ന ഈ വള്ളസദ്യയിൽ ഏകദേശം പള്ളിയോട സഹസംഘത്തിൽ 560ഓളം വള്ളസദ്യകൾ ഇപ്രാവശ്യം രജിസ്റ്റർ ചെയ്തു. അതിൽ 10-30 എണ്ണം ചില സാങ്കേതിക കാരണങ്ങളാൽ റദ്ദാക്കിയിട്ടുണ്ട്. എന്നാലും 500-ൽ പരം വള്ളസദ്യകൾ ഇപ്രാവശ്യം നടക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് അവിടുന്ന് അങ്ങോട്ട് ഓരോ ചടങ്ങുകളായിട്ട് തുടങ്ങുകയാണ്. ഈ ഒരു വള്ളസദ്യ വഴിപാട് നടത്തിയ ഭക്തൻ അവരുടെ കുടുംബക്കാരൊക്കെ ചേർന്നിട്ട് ഇവിടുന്ന് ഇവരെ സ്വീകരിക്കാൻ പോവുകയാണ്. അങ്ങനെ സ്വീകരിച്ചാണ് അകത്തോട്ട് അനയിക്കുന്നത്. അതിന് ശേഷമുള്ള ഓരോ ചടങ്ങുകളായിട്ട് നമുക്ക് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരിപ്പോൾ ഉപയോഗിക്കുന്നത് രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലെ വരികളാണ്. നമുക്കത് കേട്ടാൽ മനസ്സിലാവും. നിങ്ങൾ കേട്ട് നോക്ക്.
ഇനി ഇവിടുത്തെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രദക്ഷിണം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ അകത്തോട്ട് കയറുമ്പം ഈ പള്ളിയോടത്തിൽ വന്നവർ പാട്ടിലൂടെ ചോദിക്കുന്ന വിഭവങ്ങൾ അപ്പം വിളമ്പി കൊടുക്കണം എന്നാണ്. നമുക്കത് കാണാൻ പറ്റും. ഇവർ പാട്ടിലൂടെയാണ് ഓരോ വിഭവങ്ങളും ചോദിക്കുക. നമുക്കത് ആദ്യമായിട്ടൊരു അനുഭവമായിരിക്കും. നമുക്കതൊക്കെ കാണാനുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ പ്രദക്ഷിണം കഴിഞ്ഞ ശേഷം ആ കുടയും തുഴയും ഒക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് ആ പറയുടെ അടുത്ത് സമർപ്പിച്ചതാണ് ഇപ്പം. അവിടുത്തെ ആ ഒരു ചടങ്ങുകൾ കഴിഞ്ഞിട്ട് നമ്മൾ ഊട്ടുപുരയിലോട്ട് വന്നതാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും 63 വിഭവങ്ങളോട് കൂടിയൊരു സദ്യയാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത്. അതിൻ്റെ ചടങ്ങുകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ കുറേ ചടങ്ങുകളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി കാണാൻ പോകുന്നതും ആ 63 വിഭവങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരുക്കി വെച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഈ പള്ളിയോടക്കാർ ആവശ്യപ്പെടുന്ന, അതായത് പാട്ടിലൂടെ ആവശ്യപ്പെടുന്ന ആ ഐറ്റംസ് ഒക്കെ അവർക്ക് അതാത് സമയങ്ങൾ വിളമ്പി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാത്രങ്ങൾ നിറച്ചു വെച്ചത്. ഇതാണ് ഇവിടുത്തെ വിഭവങ്ങൾ. നമുക്ക് കാണാൻ പറ്റും 63 ഐറ്റംസ് ആണ്. ഇത്ര മനോഹരമായ ചടങ്ങുകൾ, ഇത്ര മനോഹരമായ കാര്യങ്ങൾ, ഇത്ര മനോഹരമായൊരു സദ്യ. എനിക്ക് കാണുമ്പം തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്ന അത്ര മനോഹരമാക്കിയിട്ട് അവരത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഭഗവാൻ ഇവിടെ കാണാം. ഇവിടുത്തെ വിളക്ക് കൊളുത്തിക്കൊണ്ടാണ് ഈ ഒരു ചടങ്ങ് ആരംഭിക്കുക. കൊണ്ടരുളും വിനായകനെ നിക്കേറ്റം തുണച്ചിടണം. നിന്ന മധ്യേ കൃഷ്ണൻ ചളിഞ്ഞു വിലസിടുക ഈ പന്തിതോറും. ഈ ഒരു വിളക്ക് കൊളുത്തിക്കൊണ്ട്
സദ്യ ആരംഭിക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഓരോ വിഭവങ്ങളും പാട്ടിലൂടെയാണ് പള്ളിയോടക്കാർ ആവശ്യപ്പെടുക. അത് ആവശ്യപ്പെടുന്നതും അവർക്കത് വിളമ്പി കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാനും ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറവുകളൊക്കെ വീഡിയോ എടുക്കുന്നതിലൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ ക്ഷമിക്കണം എന്നേ പറയുന്നുള്ളൂ. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കേൾക്കാം ഓരോ വിഭവങ്ങളായിട്ട് പാട്ടിലൂടെ ചോദിക്കുന്നത്. ഉപ്പ് രസത്തിലിട്ട ചിരട്ട മാങ്ങക്കെതിരൊന്നുമില്ല. ഒറ്റക്കൊമ്പന്റെ ഇഷ്ടഭോജനമായ മോദകമേ കടലപ്രഥമൻ മരികാടുതല്ലോ കൂലമ്മിന മമ കവിൾത്തറ മുരളം ചെയ്യോ ആനന്ദമോടെ കുടിച്ചു രസിച്ചുകൊള്ളോ പിന്നു സഹിച്ചുകൂടാ കളങ്കമില്ല ഇളം കിടന്നതു നൽകിടേണം. പഴങ്ങളിൽ നല്ല പഴം ചെങ്കാതളി തന്നിടേണം. നിന്നും കൊണ്ടുവന്ന ആ അഞ്ചും കൂടിയതേ കൊല്ലൂർ വാഴുന്ന ഭഗവതിയായ അപ്പനാർക്കാവിലമ്മയ്ക്കു നിത്യവും ദാഹിക്കുന്ന ആ കടു പായസമേ
ഇവിടെയാണ് ഊട്ടുപുര വരുന്നത്. നമ്മൾ അവസാനം കേട്ടത് ആ ഒരു സദ്യ കഴിച്ചിട്ട് പള്ളിയോടക്കാർ തങ്ങൾക്കത് ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് ഭഗവാനോട് ആ ഒരു കുടുംബത്തിന് അനുഗ്രഹിക്കാൻ വേണ്ടി പറയുന്നതാണ് നമ്മൾ അവസാനം കേട്ടത്. ഈ ഒരു ചേട്ടനാണ് നമ്മൾ ഇത്തവണ വള്ളസദ്യക്ക് ഇങ്ങോട്ട് വിളിച്ചത്. നമ്മൾ വന്നു, വളരെ സന്തോഷമുണ്ട്. ചേട്ടൻ്റെ പേരൊന്ന്? ആ, ഇവിടെ തന്നെയല്ലേ, ആറന്മുള തന്നെ. ഉണ്ടാകുന്ന സ്ഥലം. അപ്പോൾ ചേട്ടനെ ഞാൻ കഴിഞ്ഞ വർഷം ഒരു യാത്രയിൽ പരിചയപ്പെട്ടതാ. അപ്പോൾ അന്ന് ചേട്ടൻ ഈ കാര്യം പറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം വരാൻ പറ്റിയില്ല. ഈ വർഷം വിളിച്ചപ്പം അത്ര ഓർമ്മിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ കുറച്ചേരെ സംസാരിച്ചിട്ടുള്ളൂ, ആ ഒരു ഓർമ്മയിൽ ഇപ്പോഴും എന്നെ ഓർമ്മിക്കുന്നുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ വരാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ കഴിഞ്ഞ ആഴ്ച പറ്റിയില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എപ്പോഴാച്ചാ വന്നോ. അപ്പോൾ ഇങ്ങനെ ഞാൻ 2 ദിവസം മുന്നേ ചേട്ടനെ വിളിച്ചു. ചേട്ടനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. നമുക്ക് A to Z ഇവിടെ ഹെൽപ്പ് ചെയ്തു. അപ്പം ഭയങ്കര സന്തോഷം. എന്താ വേറെ ഒന്നും പറയാനില്ല. ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു ഒരാൾ ഇങ്ങോട്ട് വരുന്നത്. സന്തോഷം. കഴിഞ്ഞിട്ടില്ല. സദ്യയോടൊപ്പം തന്നെ ലോകപ്രസിദ്ധമായ മറ്റൊരു കാര്യം കൂടെ ഇവിടെ ആറന്മുളയിലുണ്ട്. അതാണ് നമ്മുടെ ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത്. നിങ്ങൾ ഈ കാണുന്നതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ ഒരു കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കണ്ടേ. അപ്പം ഈ ചേട്ടൻ തന്നെയാണ് അതിന് പറ്റിയൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. നമുക്ക് ഇവിടുത്തെ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഈ ഒരു ആറന്മുള കണ്ണാടിയുടെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ആറന്മുള കണ്ണാടി എന്ന് പറയുമ്പോൾ ലോഹക്കൂട്ടിൽ നിർമ്മിക്കുന്നതാണ് ആറന്മുള കണ്ണാടി, കുപ്പിച്ചില്ല് കണ്ണാടി അല്ല. അതായത് ആദ്യകാലങ്ങളിൽ നമ്മളെ ക്ഷേത്രങ്ങളിലും രാജകുടുംബങ്ങളിലും മാത്രമേ ഇതുണ്ടായിരുന്നുള്ളൂ. ആറന്മുള കണ്ണാടിയുടെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ആറന്മുള ക്ഷേത്രം നിർമ്മിക്കാനായിട്ട് തമിഴ്നാട്ടിലെ ശങ്കരൻ കോവിലിൽ നിന്നും തഞ്ചാവൂരിൽ നിന്നും ക്ഷേത്ര ശില്പികളായിട്ടുള്ള ശില്പികളെ, വിശ്വകർമ്മ സമുദായത്തിൽ വിശ്വബ്രാഹ്മണ ശില്പികളെ ഇവിടെ കൊണ്ടുവരികയും ക്ഷേത്രം നിർമ്മിച്ച് തിരിച്ചു പോകുന്ന നേരത്ത് രാജാവിനൊരു കിരീടം സമർപ്പിച്ചായിരുന്നു. കിരീടത്തിൻ്റെ സെൻറ്ററിൽ ആറന്മുള കണ്ണാടിൻ്റെ ലോഹക്കൂട്ടായിരുന്നു. അപ്പോൾ തിളക്കമാർന്നുകൊണ്ട് രാജാവ് കണ്ട് അത്ഭുതപ്പെട്ടപ്പോൾ രാജാവ് അത് നേരെ തിരുവാറന്മുളയപ്പന് സമർപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ ശില്പികളോട് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് പോകേണ്ട, അടുത്ത ക്ഷേത്രങ്ങൾ നിർമ്മിക്കാനും ഇതിൻ്റെ അറ്റകുറ്റപ്പണികളായിട്ട് ഇവിടെ അങ്ങ് താമസിക്കാൻ പറഞ്ഞു. അങ്ങനെ സകല ആനുകൂല്യങ്ങളും തന്ന് നമ്മളിവിടെ ഇപ്പോഴും വരുന്ന ആറന്മുള കണ്ണാടി നിർമ്മാണ ഫാമിലി എന്ന് പറഞ്ഞാൽ ആ തുടർന്ന് വന്ന പരമ്പരയിൽപ്പെട്ട ആൾക്കാരാണ് ഇപ്പോഴും ആറന്മുള കണ്ണാടി ചെയ്തു വരുന്നത്. പിന്നെ ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണം എന്ന് പറഞ്ഞാൽ ആറന്മുള പുഞ്ചയിലെ ചെളി കൊണ്ടാണ്. അതിനാണ് ആ ചെളി കൊണ്ട് നിർമ്മിക്കുന്നതുകൊണ്ടാണ് ആറന്മുള കണ്ണാടിക്ക് GI സർട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുന്നത്. ജിയോഗ്രാഫിക്കൽ ഐഡൻറ്റിഫിക്കേഷൻ രജിസ്ട്രി എന്ന് പറയുന്നത് 2003 ലഭിച്ചിരിക്കുന്നത്. അത് ഞങ്ങളുടെ സമൂഹമായിട്ടുള്ള വിശ്വബ്രാഹ്മണ ആറന്മുള മെറ്റൽമുണ്ട നിർമ്മാണ സൊസൈറ്റിക്കാണ് ലഭിച്ചിരിക്കുന്നത്. പിന്നെ അതെല്ലാവരും ഇപ്പോഴും കാത്തു സൂക്ഷിച്ചു, പണ്ടുള്ള ആ രഹസ്യമായിട്ടുള്ള നിർമ്മാണം രഹസ്യം ഫാമിലിയായിട്ട് ഇപ്പോഴും കാത്തു സൂക്ഷിച്ച് നിർമ്മിക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴും ആറന്മുള കണ്ണാടി തനതായ രീതിയിൽ ആറന്മുളയിൽ നിന്ന് തന്നെ കിട്ടുന്നത് എല്ലാവർക്കും. പിന്നെ ലോഹ ബലകമാണ്. ആ ബലകമാക്കുന്ന ആറന്മുള പുഞ്ചയിലെ ചെളി എടുത്തുകൊണ്ടുവന്ന് നമ്മൾ 2 മൺഡിസ്കുകൾ ഉണ്ടാക്കി അതിനെ കൂട്ടിക്കെട്ടി അതിൻ്റെ അകലം വെച്ച് ആറന്മുള കണ്ണാടിയുടെ കൂട്ട് നിറച്ച് അതിനെ ഉരുക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് ഈ ബലകമായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇത് ഏകദേശം 5 ദിവസം എടുക്കുന്ന ജോലിയാണ്. ഇതിനെ നമ്മൾ ഫ്രെയിമിനനുസരിച്ച് നമ്മളിതിനെ മുറിച്ചെടുത്തിട്ട് നമ്മളത് തടിയിലൊട്ടും. ഇതുപോലെ തടിയിലൊട്ടിയിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ തേച്ചിട്ട് ഫുള്ളി ഹാൻഡ് മെയ്ഡാണ് ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത്. ഈ ഫ്രെയിമാണെങ്കിലും നമുക്കെല്ലാം ഗ്രൈൻഡ് ചെയ്ത് അതിൻ്റെ ചെയ്യാൻ മെഷീൻസ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇത് വാർത്തെടുത്ത് നമ്മളിതെല്ലാം ഡിസൈൻ ചെയ്യുന്നത് കൈകൊണ്ട് തന്നെയാണ്. മൊത്തം ഫുള്ളി ഹാൻഡ് മെയ്ഡാണ് ആറന്മുള കണ്ണാടി. നമ്മളെ നേരിട്ട് കാണുന്നു എന്നൊരു പ്രത്യേകത ആറന്മുള കണ്ണാടിയിലുണ്ട്. ഓക്കെ, ആറന്മുള കണ്ണാടി തിരിച്ചറിയാനുള്ള മാർഗ്ഗമാണ് ഇത് വരുമ്പോൾ സാധാരണ ഇത് കണ്ണാടിയാണ്. ഇത് കണ്ടുപിടിച്ചിട്ട് 250 വർഷമേ ആയിട്ടുള്ളൂ. ബെൽജിയൻ ടെക്നോളജി. ഇതിൽ നമ്മൾ ഒരു വസ്തു കൊണ്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് കാണാം. കണ്ട ഗ്യാപ്പുണ്ട്. നമ്മൾ ആറന്മുള കണ്ണാടിയിൽ ആ ഗ്യാപ്പ് കാണില്ല. കാരണം ഏറ്റവും മേൽപ്രതലമാണ് നമ്മൾ തേച്ചരച്ച് മിനുക്കിയെടുക്കുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് ആറന്മുള കണ്ണാടി തിരിച്ചറിയാനുള്ള ഒരു മാർഗ്ഗം. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഹോളോഗ്രാമാണ്. ഏത് വർക്ക്ഷോപ്പാണോ നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ ഹോളോഗ്രാം അതിൻ്റെ പുറകിൽ കാണാം. കാരണം നമ്മൾ വിശ്വസ്തയോടെ ലൈഫ് ലോങ് ഗ്യാരണ്ടി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് കണ്ണാടി ചില്ലിൽ പോറലോ പൊട്ടലോ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, റീമേക്ക് ചെയ്തേണ്ടി വരും. അല്ലാതെ മങ്ങലോ എടുക്കലോ ഉണ്ടെങ്കിൽ ലൈഫ് ലോങ് എത്ര വർഷം വേണമെങ്കിലും ഇവിടെ കൊണ്ടുവന്നാൽ ഫ്രീ ആയിട്ട് റീപോളിഷ് ചെയ്യാം. എൻ്റെ പേര് മുരുകൻ ആർ ആചാരി. ഓക്കെ. ഇവിടെ തന്നെ നമുക്ക് ഈ ഒരു ആറന്മുള കണ്ണാടിയുടെ ഫ്രെയിം ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവർ പാരമ്പര്യമായിട്ട് ആറന്മുള കണ്ണാടികൾ ഉണ്ടാക്കുന്നവരാണ്. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ്, കടയുടെയും ചേട്ടൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വന്നാൽ ഇവരെ ബന്ധപ്പെട്ടാൽ മതി. സംഭവം കുറച്ച് കോസ്റ്റ്ലിയാണ് കേട്ടോ സാധനം. ചെറിയൊരു സാധനത്തിന് നല്ല പൈസ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം. ഇവർ പാരമ്പര്യമായിട്ട് തന്നെ ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നവരാണ്. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ
ഈ ഒരു വള്ളസദ്യയുടെ ചടങ്ങുകൾ അവസാനിച്ചിട്ടില്ല. ഇനി ഇവരെ ഇവിടുന്ന് യാത്രയാക്കുന്ന ഒരു ചടങ്ങ് കൂടെ ഉണ്ട്. അതുകൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ആറന്മുള വരാൻ പറ്റി, ഭഗവാനെ കാണാൻ പറ്റി, മനസ്സും വയറും ഒക്കെ നിറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ആ ഒരു ചേട്ടന് ഒരുപാട് നന്ദി. ചേട്ടനാണ് ഒരുപാട് ഹെൽപ്പ് ചെയ്തത്. ഒരുപാട് സന്തോഷം. തിരിച്ച് ചെങ്ങന്നൂരിൽ തന്നെ എത്തി. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു. കാരണം നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് നടന്നു. രാവിലെ നമ്മൾ അമ്പലത്തിൽ പോയി, അവിടെ നല്ലപോലെ പ്രാർത്ഥിക്കാൻ പറ്റി. അതിനുശേഷം നമ്മൾ പള്ളിയോടം വരുന്നതൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കണ്ടു. പിന്നെ നമ്മൾ അവിടുത്തെ ആറന്മുള വെള്ളസദ്യ, പ്രസിദ്ധമായിട്ടുള്ള ആറന്മുള വെള്ളസദ്യ കഴിച്ചു. 63 വിഭവങ്ങൾ കൂട്ടിയിട്ട് നമ്മളിന്ന് ഭക്ഷണം കഴിച്ചു. 4 പായസം അടക്കമാണ്. നിങ്ങൾ കണ്ടില്ലേ, അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ആറന്മുള കണ്ണാടി ഉണ്ടാക്കുന്നത് പോയിട്ട് കണ്ടു. അതും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ചേട്ടൻ നമുക്ക് നല്ലപോലെ തന്നെ അത് എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തു തന്നു. അങ്ങനെ ഇന്ന് എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് നടന്നു. അതിൽ എനിക്ക് ആദ്യം തന്നെ താങ്ക്സ് പറയാനുള്ളത് വിശ്വനാഥൻ പിള്ള ചേട്ടൻ്റെ അടുത്താണ്. പുള്ളിയാണ് എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്തത്. പുള്ളി, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ ഞങ്ങൾ തമ്മിൽ അത്ര വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒറ്റ കോളിൽ പുള്ളി ഇങ്ങോട്ട് വന്നോന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ട് എല്ലാ കാര്യത്തിലും പുള്ളി ഹെൽപ്പ് ചെയ്തു. അവിടെ നമ്മൾ ആറന്മുള കണ്ണാടി ഉണ്ടാക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയതും പുള്ളി തന്നെയാണ്. അപ്പം പുള്ളിക്ക് വലിയൊരു താങ്ക്സ്. എന്തായാലും അത്രയും സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാ കാര്യങ്ങളും അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഇവിടെ വെച്ചിട്ട് അങ്ങ് അവസാനിപ്പിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസ് ആയിട്ട് പറയുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു മനോഹരമായിട്ടുള്ള യാത്രയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.